അപ്പോൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മിറാക്കിൾ ഗാർഡൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡനിലേക്കാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റായ ബുർജുമാനിൽ നിന്ന് മോൾ ഓഫ് എമിറേറ്റ്സിലേക്കാണ് നമ്മുടെ നെക്സ്റ്റ് യാത്ര. അങ്ങനെ നമ്മൾ മോൾ ഓഫ് എമിറേറ്റ്സിലെത്തി. ഇവിടെ നിന്ന് ബസ് സ്റ്റേഷൻ 6 നിന്നാണ് 105 എന്നൊരു ബസ്. അത് നേരെ മിറാക്കിൾ ഗാർഡനിലേക്കാണ് പോകുന്നത്. നമ്മുടെ ട്രാവൽ ഡ്യൂറേഷൻ ഏകദേശം 30 മിനിറ്റ് ആണ്. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ മിറാക്കിൾ ഗാർഡനിലേക്ക് എത്തി. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ടിക്കറ്റ് കൗണ്ടർ. ഇവിടുത്തെ നോർമൽ ടിക്കറ്റ് ഫെയർ 100 ദിറമാണ്. പക്ഷേ UAE റെസിഡൻസിന് അത് 70 ദിറമാണ്. ബിലോ 3 ഏജ് ഉള്ളവർക്ക് ടിക്കറ്റ് ഫ്രീ. ഒരു കാര്യം കൂടി, നിങ്ങളുടെ ബർത്ത്ഡേ ആണെങ്കിൽ നിങ്ങൾ എമിറേറ്റ്സ് ഐഡി എടുത്ത് പോയാൽ നിങ്ങൾക്ക് ഫ്രീ ടിക്കറ്റും കൂടി കിട്ടും. അത് സെയിം ഡേ ആയിരിക്കണം. പിന്നൊരു അറിയിപ്പും കൂടി, ഇതിൻ്റെ അകത്ത് പല സ്പോട്ടുകളിലും ഫോട്ടോഷൂട്ട് ഉണ്ട്. അത് പെയ്ഡും ഉണ്ട്, ഫ്രീയും ഉണ്ട്. അപ്പോൾ സിംഗിളായി പോകുന്നവരും കപ്പിളായി പോകുന്നവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ട് കാണുന്ന എല്ലാ ഫ്ലവേഴ്സും ഒറിജിനൽ ഫ്ലവേഴ്സാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതും ദുബായിലുള്ളതും ആയ ഒരു കാര്യമാണ് മെയിൻ്റെനൻസ് പക്കയാണ് ഇവിടെ എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇനി അങ്ങോട്ടാണ് ഇതിൻ്റെ ശരിക്കും ഭംഗിയുള്ളത്. ഏകദേശം 17 ഏക്കറിലാണ് ഈ ഒരു മിറാക്കിൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ 2 വശത്തും കുറേ സ്റ്റോളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ആൻറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും. ഇവിടെ ഏകദേശം 150 മില്യൺ ഫ്ലവേഴ്സ്, അത് 120 വെറൈറ്റീസിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. മാത്രവുമല്ല ഏകദേശം 250 മില്യൺ പ്ലാന്റ്സുകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫോട്ടോ പോയിന്റ്. ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ നമ്മൾ അസിസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കും. മാത്രമല്ല നമ്മുടെ ഫോട്ടോ സെഷൻ കഴിഞ്ഞ പാട് നമുക്കൊരു കാർഡ് തരും നമ്മുടെ കയ്യിലോട്ട്. ആ കാർഡ് വെച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ റെഡീം ചെയ്യാം. ഈ ഗാർഡൻ്റെ പല ആംഗിളിലും ഞാൻ കാണുമ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്, അത് ഗവൺമെൻറ് ആകട്ടെ. പക്ഷെ ആരും ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ വെള്ളം ഈസിയായി കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ്. എന്നാൽ പോലും ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോകുന്നില്ല. ഇവിടെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈവനിങ് ആയിരിക്കും ബെറ്റർ. അത് ഇൻ ബിറ്റ്വീൻ 3 to 6 അതാണ് ബെസ്റ്റ് ടൈം. ഇവിടെ ഫുഡും ഡ്രിങ്കും കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫുഡും വെള്ളവും എടുത്തുകൊണ്ട് പോകാം. അത് അലൗഡ് ആണ്. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്കൊരു കവിതയാണ് ഓർമ്മ വന്നത്. എഡ്വാർഡ് കമ്മിങ്ങിൻ്റെ ഒരു കവിത, ഐ ക്യാരി യുവർ ഹാർട്ട് വിത്ത് മീ എന്നൊരു പ്രശസ്ത വരിയാണ് എനിക്ക് ഓർമ്മ. ഏകദേശം എല്ലായിടത്തും ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് എൻ്റെ ഫോട്ടോ എടുക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു സ്റ്റാൻഡൊക്കെ ഒപ്പിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാനിരുന്നു.
ഈ കാണുന്ന ഒരു കിഡ്സ് ആക്ടിവിറ്റി ഏരിയ ആണ്. ഇവിടെ നമുക്ക് പെർ ഹവർ കണക്കിനായിട്ട് വണ്ടികൾ കിട്ടും. ഈ കാണുന്ന എമിറേറ്റ്സ് A380യുടെ സ്ട്രക്ചറാണ് ഇതിലെ ഗിന്നസ് റെക്കോർഡിലേക്ക് നീങ്ങാൻ സഹായിച്ച ഒരു സംഭവം. ഈ സ്ട്രക്ചറിൻ്റെ ഏകദേശം ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഒരു ഫോട്ടോ പോയിന്റും കൂടി വരുന്നത്. ഏകദേശം 30 ടണ്ണിൻ്റെ സ്റ്റീൽ ഫ്രെയിം കൊണ്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയത്. പ്ലസ് ഏകദേശം 5 lakh ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിച്ചതാണ് ഈ ബോയ്. ഈ കാണുന്നതാണ് ഹാർട്ട് പാസേജ്. ഇതും ഒരു ഫോട്ടോ പോയിന്റ് ആണ്. ഇതാണ് ഫ്ലോറൽ കാസിൽ എന്ന ഇതിൻ്റെ അറ്റ്മോസ്റ്റ് ടോപ്പ് പോയിന്റ്. ഇവിടെ നിന്ന് നമുക്ക് മിറാക്കിൾ ഗാർഡൻ മൊത്തമായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്ന മൊത്തം വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തത് എൻ്റെ iPhone 14 പ്ലസ് DJIയുടെ Osmo 8 എന്ന ഗിംബിൾ ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ഫ്ലോട്ടിംഗ് ലേഡി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ സ്ട്രക്ചർ. ഇത് അംബ്രല ടണൽ. ഇതാണ് ഫ്ലോറൽ ക്ലോക്ക്. ഇത് വെറുതെ വെച്ചതല്ല, ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി, പോകാനുള്ള സമയമായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മിറാക്കിൾ ഗാർഡൻ്റെ വിശേഷങ്ങൾ. ഇവിടെ പോകാനുള്ള ഗൈഡ് ലൈൻസ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.